അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വീണ്ടും പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഇന്ന് അസ്ഹരി ഉസ്താദിനോട് ചോദിക്കാനുള്ള ചില കാര്യങ്ങൾ. നമ്മളിപ്പോൾ അടുത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ ഒരു ഹുദവിയുടെ ഒരു പ്രസംഗം കേട്ടു. ഏത് ഉദവി? വളരെ വളരെ ബിദ്അത്തിനെ നോർമലൈസ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന ഒരു സംസാരം. അതായത് അതിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ ഒരു കാര്യം പറയാം. അത് ഇതുവരെയൊക്കെ സമസ്തയുടെ ഒരു കാലത്ത് സമസ്തയുടെ എല്ലാ സംവിധാനങ്ങളും ഉദ്ഘാടനം ചെയ്തിരുന്നത് ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാണ്. അതായത് അദ്ദേഹം പാണക്കാട്ടെ വലിയ തങ്ങൾ എന്ന ആ പദവി ഉപയോഗിച്ചുകൊണ്ടാണ് അത് ചെയ്തിരുന്നത് എന്ന് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. അതിൻ്റെ ധ്വനി എന്താണ് എന്നറിയാലോ? നിങ്ങൾ പറഞ്ഞ ഹുദവി മറ്റേ ഇയാളല്ലേ? നമ്മളെ വഹാബിസത്തിനെതിരെ സംസാരിക്കാൻ ഹുദവികളെ കിട്ടില്ല, ഞങ്ങൾ ഹുദവികളെ കിട്ടില്ല എന്നോ അങ്ങനെന്തോ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞേ. മറ്റേ വഹാബിസമാണ് കമ്മ്യൂണിസത്തെക്കാൾ അപകടം എന്ന് പറയാൻ ഉദവികളെ കിട്ടില്ല എന്ന് പറഞ്ഞ ആനമങ്ങാട് ഉദവി ഷറഫുദ്ദീൻ അല്ലേ? അപ്പൊ അദ്ദേഹത്തിന്റെ ഷറഫുദ്ദീൻ അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗം, ആ ഒരു പ്രസംഗത്തെ ആണ് നമുക്ക് നിരൂപിക്കാനുള്ളത്. അപ്പോൾ എന്താണ് ഈ വിഷയം? ഞാനിപ്പോൾ ഉന്നയിച്ച ആ വിഷയം, അതിനെ സംബന്ധിച്ച് എന്താ പറയാനുള്ളത്? അല്ല, മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാണ് ഇസ്ലാമിക് സെന്റർ ഉദ്ഘാടനം ചെയ്തത്. അതുപോലെ മറ്റുള്ള പല സമസ്തയുടെ സംവിധാനങ്ങളും സമ്മേളനങ്ങൾ പല കാര്യങ്ങളും ഉദ്ഘാടനം ചെയ്തത് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളായിരുന്നു എന്ന് അദ്ദേഹം പറയാനുണ്ടായ കാരണം എന്താണ്? അതാ നമുക്ക് മനസ്സിലാവാത്തത്. ഇന്നിപ്പോ അതിനൊരു മാറ്റമുണ്ടോ? അതാണ് ഒരു വിഷയം. അതായത് അതിന് വേണ്ടിയിട്ടാണ് ആ പ്രസംഗം. ഇപ്പോൾ ഇതാ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നേതാക്കൾ പഴയ കാലത്തുനിന്ന് വ്യത്യസ്തമായി പാണക്കാട് സാദാത്യങ്ങളെ അകറ്റി നിർത്തിക്കൊണ്ടാണ് സമസ്ത പോകുന്നത് എന്ന് ചില ആളുകളെ ധരിപ്പിക്കണം. എന്നിട്ട് അവരുടെ ആനുകൂല്യം പറ്റി തങ്ങൾക്ക് ജീവിച്ചു പോകണം. അത്രേ ഉള്ളൂ. അല്ലാതെ അതൊരു വാസ്തവം, സത്യസന്ധമായ ഒരു കാര്യവും അതിലില്ലല്ലോ. ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മാത്രമല്ലല്ലോ, അതിനു മുമ്പ് പൂക്കോയ തങ്ങൾ വാപ്പന്റെ കാലത്തും പൂക്കോയ തങ്ങൾ തന്നെയായിരുന്നു സമസ്തയുടെ പല സംവിധാനങ്ങളും ഉദ്ഘാടനം ചെയ്തിരുന്നത്. പിന്നീട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളായി, ഹൈദർ അലി ശിഹാബ് തങ്ങളായി, ഉമർ അലി ശിഹാബ് തങ്ങളായി. ഇന്ന് പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളാണ്. ഈ പറയപ്പെട്ട പോലെ പാണക്കാട് സാദാത്യങ്ങളെ അകറ്റി നിർത്തിക്കൊണ്ടോ അല്ലെങ്കിൽ അവരെ പരിഗണിക്കാത്തൊരു രീതിയിലേക്ക് സമസ്ത പോയിട്ടില്ല, ഇന്നും പോയിട്ടില്ല. അത് പോയിട്ടുണ്ട് എന്ന് വേറെ ചിലരെ, അതായത് തങ്ങൾക്ക് ആനുകൂല്യം കിട്ടേണ്ട ഇങ്ങനെയൊക്കെ പറഞ്ഞാലേ ചില ആനുകൂല്യങ്ങൾ ചിലരിൽ നിന്ന് കിട്ടുള്ളൂ. അതിനു വേണ്ടി പറയേണ്ടത്. അതിൽ അപ്പുറം വേറൊന്നും അതിനെ കുറിച്ച് പറയാനില്ല. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഇതാണ്, സമസ്തയുടെ നേതൃത്വം ഓരോ കാലത്തും വ്യത്യസ്ത സ്വഭാവക്കാരായിരിക്കും. മൂപ്പര് പറയണേ, ഓരോ കാലത്തും വ്യത്യസ്ത സ്വഭാവക്കാരായിരിക്കും. എന്നാൽ നിലപാടുകളോട് നമുക്ക് വിയോജിക്കാം. അതായത് ഈ സമസ്തയുടെ നിലപാടുകളോട് വിയോജിക്കാം, തകർക്കാൻ പാടില്ല. അങ്ങനെ തകർത്ത് കഴിഞ്ഞാൽ പിന്നെ ഈ സംവിധാനം ഇവിടെ നിലവിലുണ്ടാകൂല എന്നാ പറയണം. ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, ഇപ്പോഴുള്ള ഈ നേതൃത്വം ഒരു 10-20 വർഷം കഴിഞ്ഞാൽ പോകും. അതിനുശേഷം പഴയ നിലപാട്, പഴയ പൈതൃകത്തിൽ നിന്ന് സമസ്തയെ നയിക്കുന്ന പുതിയ നേതൃത്വം വരും. അന്ന് സമസ്ത ഇവിടെ വേണമെന്നാ. ഇന്നത്തെ നേതൃത്വം ഒരു പക്ഷേ 10-20 വർഷം കൊണ്ട് കഴിഞ്ഞു പോയേക്കാം. നാളെ നേരത്തെയുള്ള കൃത്യമായ പാരമ്പര്യത്തിന്റെ കൂടെ കൊണ്ടുപോകുന്ന നേതൃത്വം വരുന്നതിന്റെ മുമ്പ് ഈ പ്രസ്ഥാനം തകർന്നു പോകുമോ എന്ന് നമ്മൾ ഒരിക്കലും നമുക്ക് ആശങ്ക. അതായത് അബൂത്താഹിർ ഫൈസി, ഇതിൽ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നിലപാടുകളോട് നമുക്ക് വിയോജിക്കാം, സമസ്തയെ നമുക്ക് നിരൂപിക്കാം. ആരാണ് ഈ പറയുന്നത്? ആരോടാണ് ഈ പറയുന്നത്?
ദാറുൽ ഹുദയിൽ പഠിച്ച് പുറത്തിറങ്ങിയ യുവ പണ്ഡിതന്മാരോട്, അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്ന പുതിയ പണ്ഡിത സമൂഹത്തോട്, അവരുടെ ഇടയിലെ സൂഫിയാണ് എന്ന കുപ്പായമിട്ട് നടക്കുന്ന ഒരുത്തൻ പറഞ്ഞു കൊടുക്കുന്ന ഉപദേശമാണ് സമസ്തയോട് നമുക്ക് വിയോജിക്കാം, സമസ്തയോട് നമുക്ക് നിരൂപിക്കാം എന്ന്. എന്നാൽ ബഹുമാനപ്പെട്ട നമ്മളൊക്കെ കണ്ട വലിയ വലിയ മഹാന്മാരാണ് മഹാനായ കണ്ണിയാല മൗല, മഹാനായ അത്തിപ്പറ്റ ഉസ്താദ്. ഇവരൊക്കെ ഇപ്പൊ നമ്മള് നേരിൽ കണ്ട ആളുകളും അവരുടെ അടുക്കലൊക്കെ നമ്മൾ പല പ്രാവശ്യം പോയിട്ടുള്ള ആളുകളുമാണ്. അവരൊക്കെയാണ് വലിയ സൂഫികളൊന്നും ഇപ്പൊ ഇവരെ ആ കൂട്ടത്തിലൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അവരൊക്കെ യഥാർത്ഥ സൂഫികളും വലിയ വലിയ മഹാന്മാരായിരുന്നു. എന്നാൽ അവരുടെ നിലപാട് എന്തായിരുന്നു? അവര് പറഞ്ഞിരുന്നത്, അത്തിപ്പറ്റ ഉസ്താദൊക്കെ സംസാരിക്കുന്നത് ഇപ്പോഴും നമുക്ക് കേൾക്കാം. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 40 പണ്ഡിതന്മാർ അവർ കൂടിച്ചേർന്ന് ഒരു തീരുമാനമെടുത്താൽ നമുക്ക് വിയോജിപ്പോ അല്ലെങ്കിൽ നമുക്ക് ആ തീരുമാനം ശരിയാണ് അല്ലെങ്കിൽ അതിനോട് നമുക്ക് അനിഷ്ടോ തോന്നിയിട്ടുണ്ടെങ്കിൽ പോലും ആ നിലപാടുകളെ ചോദ്യം ചെയ്യാൻ പാടില്ല. ആ തീരുമാനം നമ്മൾ അംഗീകരിച്ചു കൊള്ളണം, സമസ്തയുടെ കൂടെ നിന്നുകൊള്ളണം. അതിനെ നിരൂപിക്കാനും വിയോജിക്കാനും അല്ല യഥാർത്ഥ സൂഫിയാക്കൾ പഠിപ്പിച്ചത്. വ്യാജ സൂഫികളാണ് സമസ്തയെ നിരൂപിക്കാനും സമസ്തയോട് വിയോജിപ്പ് രേഖപ്പെടുത്താനും തന്റെ പിൻഗാമികളായി വരുന്ന പാവപ്പെട്ട ആളുകളെ ഉപദേശിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് ഈ കുട്ടികൾ സോഷ്യൽ മീഡിയക്കിടയിൽ കയറിയിട്ട് സമസ്തയുടെ നേതാക്കൾക്കെതിരെ തോന്നിവാസങ്ങൾ എഴുതി വിടുന്നതിന് വരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? വലിയ മൂത്ത ആളുകളുടെ ഉപദേശമാണ് ഇപ്പതേ. ഇങ്ങനത്തെ ക്ലാസ്സുകളാണ് കൊടുക്കുന്നത്. പിന്നെ എങ്ങനെ ഇവര് നന്നാകാനാണ്? ഒന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യങ്ങൾ എന്താ പറഞ്ഞേ? നിലപാടുകളോട് വിയോജിക്കാം. നിലപാടുകൾ പിന്നെ അല്ല, 20 കൊല്ലം കഴിഞ്ഞാൽ യഥാർത്ഥ പൈതൃകത്തിൽ നിന്ന് നയിക്കുന്ന ആളുകൾ വരുന്ന, അഥവാ നിലവിലുള്ള സമസ്തയുടെ നേതൃത്വം സമസ്തയുടെ പൈതൃകത്തിൽ അല്ല ഉള്ളത്. ഈ പൈതൃകത്തിൽ നിന്ന് വ്യതിചലിച്ചിട്ടുണ്ട്. ഇനി 10-20 വർഷം കഴിഞ്ഞാൽ പുതിയ ഒരു നേതൃത്വം വരും. അവർ നമ്മുടെ പഴയ പൈതൃകത്തിൽ നിന്ന് കൊണ്ട് സമസ്തയെ നയിക്കും. അതുകൊണ്ട് സമസ്തയെ അതുവരെ പിടിച്ചു നിർത്തണം, നശിപ്പിക്കരുതേ എന്ന് പറഞ്ഞാൽ അയാളുടെ മുമ്പിലിരിക്കുന്ന ആളുകളിൽ തന്നെ നമുക്കറിയാം, സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിലൊക്കെ സമസ്ത വേൾഡ് സർക്കിളോ എന്താ വേൾഡ് സർക്കിൾ, ഇത് ആരാ നടത്തുന്ന പേജ? അതിലൊക്കെ എഴുതി വിടുന്ന, അതിലൊക്കെ സമസ്തയുടെ നേതൃത്വത്തിനെതിരെ എഴുതി വിടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? അപ്പൊ ഈ രീതിയിൽ ചെയ്യുന്ന ആളുകളോടാണ് പറയണത്, അങ്ങനെ നിങ്ങൾ ചെയ്തത് പൊളിക്കല്ലേ എന്ന്. എന്നിട്ട് പറഞ്ഞു കൊടുക്കണത് എന്താ? നിലവിലുള്ള സംവിധാനം നേതൃത്വം പഴയ പൈതൃകത്തിൽ അല്ല ഉള്ളത് എന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഇനി 10-20 കൊല്ലം കഴിഞ്ഞാൽ ഇവരൊക്കെ മരിച്ചു പോയതിന്റെ ശേഷം പഴയ പൈതൃകത്തിൽ നയിക്കുന്ന ഒരു വിഭാഗം നേതാക്കൾ വരുമ്പോൾ, അപ്പൊ ഇത് വലിയ ഗുരുതരമായ ഒരു ആരോപണല്ലേ? ഇദ്ദേഹത്തിന്റെ ഗുരുനാഥൻ കുറച്ചു മുമ്പ് പത്രക്കാരോട് പറഞ്ഞത് നമ്മൾ മറന്നിട്ടില്ല. സയ്യിദുൽ ഉലമ MT ഉസ്താദ് അടക്കമുള്ള ആളുകൾക്കും സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തിനുമൊക്കെ നയവ്യതിയാനം സംഭവിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ഓർമ്മയുണ്ട്. അപ്പൊ എങ്ങനെ പറയാതിരിക്കുക? ആ രൂപത്തിൽ കിട്ടിയ തെർബിയത്തിൽ നിന്നതുകൊണ്ടായിരിക്കണം ഇദ്ദേഹം പറയുന്നത് എന്താ? സമസ്തയുടെ ഈ നിലവിലുള്ള നേതാക്കൾ പഴയ പൈതൃക വഴിയിലല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഗുരുതരമായ ആരോപണമല്ലേ അത്? ഇവര് എന്തടിസ്ഥാനത്തിലാണ് ഇവരൊക്കെ സമസ്തക്കാരാന്ന് പറയാ? ഇപ്പോൾ അതിൻ്റെ ഈ ഒരു സാഹചര്യത്തിൽ നമ്മളൊരു കാര്യം കൂടെ പറയാണ്ട്, അതായത് ഇപ്പോൾ ഒരു അഡ്മിഷൻ്റെ കാലഘട്ടമാണ്. ഈ സാധാരണക്കാർക്ക് അറിയില്ല. സാധാരണക്കാർ ഈ സ്ഥാപനത്തിൻ്റെ വലിപ്പം, അതിൻ്റെ പ്രചണ്ഡമായ പ്രചരണം ഇങ്ങനെയൊക്കെ കണ്ടിട്ടാണ് ആ കുട്ടികളെ അതിൽ കൊണ്ടുപോയി ചേർത്തുന്നത്. ശരിക്കും നോക്കേണ്ടത് എന്താ അറിയോ? അവിടെ അധ്യാപനം നടത്തുന്ന ആളാരാണെന്നുള്ള. പണ്ട് ദർസിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഒരാളെ നോക്കിയാൽ മതി. ദർസിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഒരാളെ നോക്കിയാൽ മതി. ആ ദർസിൽ ആ പ്രധാന ഉസ്താദ്, അദ്ദേഹത്തിൻ്റെ സ്വഭാവം, അദ്ദേഹത്തിൻ്റെ ജീവിത രീതി, ഇതൊക്കെ കണ്ടിട്ടായിരുന്നു പണ്ട് ദർസ് ചേർത്തിരുന്നത്. പണ്ട് ഇൽമു പഠിക്കാൻ കൊണ്ടാക്കിയിരുന്നത്. കാരണം അവിടെ പള്ളിയിൽ സൗകര്യം ഉണ്ടാവില്ല, അവിടെ ഭക്ഷണത്തിന് പോലും സൗകര്യമില്ലാത്ത സാഹചര്യങ്ങൾ പോലും ഈ ഉസ്താദിൻ്റെ ഒരു ജീവിത രീതി കണ്ടിട്ട് കൊണ്ടാക്കിയിരുന്നു. പക്ഷെ ഇന്ന് നോക്കുന്നത് എന്താ? ഈ സ്ഥാപനങ്ങൾ, സമുച്ചയങ്ങൾ, അതുപോലെ തന്നെ അതിൻ്റെ ഭംഗി, അതിൻ്റെ വലിപ്പം, ഇതൊക്കെ നോക്കിയിട്ട് കൊണ്ടാക്കി കഴിഞ്ഞാൽ രക്ഷിതാക്കൾക്ക് തങ്ങളുടെ കുട്ടികളെ പിടുത്തം വിട്ടുപോകും. ഇതൊക്കെയാണ് ഇത്തരം ആളുകൾ നമുക്ക് നൽകുന്ന ഒരു മെസ്സേജ്.
കാരണം ഇവർ ഇങ്ങനത്തെ ഉപദേശം കൊടുക്കുന്നത്, ഇവരാണ് പഠിപ്പിക്കുന്നത്, പുതിയ തലമുറയെ പഠിപ്പിക്കുന്ന ഇവരാണ്. പുറത്തേക്ക് ഇത്തരം മെസ്സേജുകൾ ഇവർ നൽകുന്നുണ്ടെങ്കിൽ ഉള്ളിൽ എത്രമാത്രം അപകടകരമായിരിക്കുന്ന മെസ്സേജായിരിക്കും ഇവർ നൽകുക. പുറത്ത് ഇയാൾ കണ്ടില്ല, ആ വരികൾക്കിടയിലൂടെ എത്ര അപകടകരമായിരിക്കുന്ന ഒരു മെസ്സേജാണ്. വളരെ തന്ത്രപരമായിട്ടുള്ളൊരു ഒരു പാരഗ്രാഫാണ് അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളത്. അതിൻ്റെ ഇടയിൽ കടത്തി കൂട്ടിയിട്ടുള്ള ഒരു ആശയം എത്രമാത്രം ഈ നമ്മുടെ നേതൃത്വത്തെ അവഹേളിക്കുന്ന, സമസ്ത നേതൃത്വത്തെ അവഹേളിക്കുന്നതാണ്. അത് നേരിട്ടങ്ങ് പറഞ്ഞില്ല, പുറത്തേക്ക് പറയുമ്പോൾ അത് മറച്ചു വെച്ചുകൊണ്ട് അതിനൊരു പ്രത്യേക ഒരു പ്രയോഗമൊക്കെ തയ്യാറാക്കി പ്രിപ്പയർ ആയിട്ട് വന്നിട്ട് പറയുന്നത് പോലെ തോന്നുന്നുണ്ട്. സമസ്തൻ്റെ സ്ഥാപനം എന്ന് പറഞ്ഞ് കൊണ്ട് ചേർത്തുന്ന ആളുകൾ ഇത് മനസ്സിലാക്കുന്നത് നല്ലതാണ്. സമസ്തക്കാരോട് മാത്രമാണ് പറയേണ്ടത്. ബാക്കി വേറെന്തെങ്കിലും ഉദ്ദേശം വെച്ചുകൊണ്ട് ചേർക്കുന്നവർ അവർക്ക് അവരുടെ പടി നോക്കാം, അവർക്ക് അവരുടെ ലക്ഷ്യങ്ങൾ നേടാൻ കഴിയും. നമ്മളൊന്നും സമസ്തയെ മനസ്സിലാക്കിയത് നമ്മുടെ വീടുകളിൽ നിന്നല്ലല്ലോ. നമ്മളൊക്കെ സമസ്തയെ മനസ്സിലാക്കിയതും സമസ്തയെ പഠിച്ചതും സമസ്തയോടും സമസ്തയുടെ നേതാക്കളോടും നമ്മളെ മനസ്സിലുള്ള ആദരവും ബഹുമാനവും ഒക്കെ ഉണ്ടായി തീർന്നത് നമ്മുടെ ഉസ്താദുമാർ നമുക്ക് പകർന്നു തന്നതാണ്. തീർച്ചയായും. അപ്പോ ഒരു ഉസ്താദിൽ നിന്ന് കുട്ടിക്ക് കിട്ടുന്ന സന്ദേശത്തിനനുസരിച്ചായിരിക്കും ആ കുട്ടിയുടെ സംസ്കാരം രൂപപ്പെടുന്നത്. അപ്പോൾ ഈ വിദ്യാർത്ഥികൾ, ഇത്തരം ഉപദേശം കേൾക്കുന്ന വിദ്യാർത്ഥികൾ നാളെ സുന്നികളുടെ ആദർശ പ്രസ്ഥാനമായ സമസ്തയുടെ നേതൃത്വത്തിനെതിരെയും സമസ്തയെക്കുറിച്ചും ഇവരെന്താ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാവുക? ഇവരൊക്കെ പാരമ്പര്യ വഴിയിൽ നിന്ന് തെറ്റിപ്പോകുന്ന ആളുകളാണെന്നും ദുന്യവിയായ ലാഭങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് എന്നൊക്കെയല്ലേ പഠിപ്പിച്ചു കൊടുക്കുന്നത്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വളരെ ഗൗരവമായി നേതാക്കൾ ഈ വിഷയത്തിൽ ഇടപെടണം, ഇത്തരം ആളുകളുടെ ഇത്തരം പരാമർശങ്ങൾക്കെതിരെ. ഇവർ പറയുന്ന ഒരു കാര്യമാണ്, ഒരുപാട് കാലം മുമ്പ്, അതായത് വാഫിക്കെതിരെ പോകുന്നതിന് മുമ്പ് ഇവർക്കെതിരെ കുറ്റപത്രവുമായിട്ട് അമീദ് വൈസിയെ പോലുള്ള ആളുകൾ പോയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ എടുത്തു പറയുന്ന കാരണം. സത്യത്തിൽ അത് അമീദ് വൈസിയെ പോലുള്ള ആളുകളുടെ ദീർഘവീക്ഷണമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഇത്ര 2-3 കൊല്ലം കഴിഞ്ഞാൽ ഇത്ര അധപ്പതിക്കുമെന്ന് അമീദ് വൈസിയെ പോലുള്ള ആളുകൾ അന്ന് കണ്ടല്ലോ. നമുക്കത് ഓടിയില്ല, നമുക്കും ഓടിയില്ല, അന്ന് പലർക്കും അത് ഓടിയില്ല. ഇവരത് എടുത്തെടുത്ത് പറയുന്നുണ്ടെങ്കിൽ ഹമീദ് വൈസിയെ നമ്മളെ അപ്രിഷിയേറ്റ് ചെയ്യണം ആ വിഷയത്തിൽ. ഹമീദ് വൈസി മാത്രമൊന്നുമല്ല, ഹമീദ് വൈസിയെ മാത്രം പരാമർശിച്ചുകൊണ്ട് ഇപ്പോ ചില ആളുകൾ ഇങ്ങനെ ഹമീദ് വൈസിനെ ക്രൂശിക്കാൻ വേണ്ടിയിട്ട് മൂപ്പര പേര് മാത്രം പരാമർശിച്ചുകൊണ്ട് പറയുന്നുണ്ട്. ദാറുൽ ഹുദയിൽ നടന്ന ചില ആദർശപരമായ അല്ലെങ്കിൽ സാംസ്കാരികമായ, അതായത് സമസ്തയുടെ സ്ഥാപനത്തിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ലാത്ത നിലക്കുള്ള ചില കാര്യങ്ങൾക്കെതിരിൽ ആണ് അന്ന് ഒരു കൂട്ടം പണ്ഡിതന്മാർ, ഹമീദ് വൈസി മാത്രമൊന്നുമല്ല, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുശാവറയുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തിൽ പരിഹാരം ഉണ്ടാക്കണം, അവർക്ക് ശാസന കൊടുക്കണം, ഇത് നിയന്ത്രിക്കണം എന്ന് ആവശ്യപ്പെടുന്നത്. അന്ന് SYSന്റെയോ SKSFന്റെയോ നേതൃത്വത്തിലുള്ള ആളുകളുണ്ട് എന്നാണ്. ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഇനി അത് രസതല്ല, ഇതിനെതിരിൽ ഇവരുടെ പ്രശ്നം എന്താണ്? അതൊക്കെ ദുരാരോപണങ്ങളാണ്, അങ്ങനൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല എന്നല്ല പറയണത്. നിങ്ങൾ എന്തിനാണത് മുഷാവറിനോട് പറഞ്ഞതെന്നാ? മനസ്സിലായില്ല നിങ്ങൾക്ക്? നമ്മളെടുത്ത് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാണത് മുഷാവറിനോട് പോയി പറഞ്ഞു കൊടുത്തത് എന്നുള്ളതാണ് ഇവരോട് ഇവർക്കുള്ള പ്രശ്നം. അല്ലാതെ അത് വ്യാജമാണ് എന്നല്ല. അന്ന് ഷാഫി ഹാജിയൊക്കെ അത് ഞങ്ങൾ പരിഹരിക്കാമെന്ന് പറഞ്ഞിട്ട് തന്ത്രപരമായിട്ട് തടി ഊരിയതാണ്. അന്ന് വാഫികളുടേത് അവർ ആ ചർച്ചയിലേക്ക് തന്നെ വന്നില്ല, അവരെ മസിലോടിച്ച് നിന്നു. അവരിന്നും നിൽക്കുന്ന അതേ കോലത്ത് തന്നെ അന്നും നിന്നു. അതുകൊണ്ട് വാഫികളുടേത് പിന്നെ കൂടുതൽ സ്റ്റെപ്പ് സമസ്ത എടുത്ത് മുന്നോട്ട് പോയി. ഇവരെന്ത് ചെയ്തു? അത് അംഗീകരിക്കാമെന്ന് ആ വിഷയത്തിൽ ഇൻഷാ അല്ലാഹ് ഹമീദ് ഫൈസി ഉസ്താദ് അല്ലെങ്കിൽ SYSന്റെയും SKSFന്റെയും നേതാക്കൾ ദാറുൽ ഹുദക്കെതിരെ സമസ്തക്ക് നൽകിയ പരാതി എന്തായിരുന്നു എന്നും അതിന്റെ കൃത്യമായ വിവരങ്ങൾ ഇൻഷാ അല്ലാഹ് വൈകാതെ തന്നെ നമുക്ക് അതിൽ ഇടപെട്ട ആളുകൾ, ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഇടപെട്ട നേതാക്കളുമായി ഇരുത്തി പബ്ലിക് സമൂഹത്തോട് നമുക്ക് വിശദമായി പറഞ്ഞു കൊടുക്കേണ്ട ഒരു വിഷയമാണത്. നമ്മള് ചില സാങ്കേതിക വിഷയങ്ങൾ മൂലം അതിങ്ങനെ നേരം വൈകിക്കൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് വൈകാതെ നമുക്കത് പ്രതീക്ഷിക്കാവുന്നതാണ്.
ആ വിഷയം നമുക്ക് ഇവിടെ സ്കിപ്പ് ചെയ്യാം. അതായത് അവരെ തന്നെ ഇരുത്തിയിട്ട് നമുക്കൊരു ചർച്ച ചെയ്യാം ആ വിഷയം. ഇൻഷാ അല്ലാ. ഇൻഷാ അല്ലാ. തീവ്ര സുന്നിസം നമുക്ക് വേണ്ട. കുറച്ച് ഈ തീവ്ര സുന്നിയോട് നമ്മൾ ഒരിക്കലും പൊരുത്തപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം ബിദഅത്തിനെ നോർമലൈസ് ചെയ്തുകൊണ്ട് പറയുന്നത് എന്താ പറയുക, അഹമ്മദ് കോയ ഷാലിയാത്തിയുടെ ഗുരുവര്യനായിരുന്ന റസാഖാൻ ബറൽവിയെ പരാമർശിച്ചുകൊണ്ട് ഒരു ഭാഗം നിങ്ങൾ അതിൽ കേട്ടോ. ആ ഭാഗത്ത് അദ്ദേഹം പറയുന്നത് റസാഖാൻ ബറൽവിയുടെ ആശയം നമ്മൾ അംഗീകരിച്ചിട്ടില്ല, അദ്ദേഹം തീവ്ര സുന്നിയായിരുന്നു. എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? അതില് ഒന്നാമതായി പറയാനുള്ളത്, അഹ്മദ് റസാഖാൻ ബറേൽവി റഹിമഹുല്ല മഹാനവറുകളെ കുറിച്ച് ഇദ്ദേഹം നടത്തിയ പരാമർശം അദ്ദേഹത്തിന് ഉറുദു ഭാഷയിൽ പറയാൻ ധൈര്യമുണ്ടോ എന്നാണ് എനിക്ക് ആദ്യമായിട്ട് ചോദിക്കാനുള്ളത്. കേരളത്തിന്റെ പുറത്തേക്കാണ് കിടക്കാൻ കഴിയില്ല ഇമാതിരി വർത്തമാനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. മലയാളികളുടെ ഇടയിൽ നിന്നാണ്ട് ഇനിയിപ്പോ ഇതന്നെ അവരുടെ ഇടയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക എന്നുള്ളത് അള്ളാഹു ആലം. അഹ്മദ് റസാഖാൻ ബറേൽവി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ മുസ്ലിമീങ്ങളുടെ ഒരു ആത്മീയ നേതാവാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പഴയകാല നേതാക്കളായ അഹ്മദ് കോയ ഷാലിയാത്തിയെ പോലുള്ള വലിയ മഹാന്മാരുടെ ഗുരുനാഥനാണ്. മാത്രമല്ല ഷെയ്ഖുന ഷംസുൽ ഉലമ അഹ്മദ് റസാഖാൻ ബറേൽവിയെ കുറിച്ച് പറഞ്ഞില്ല ഉസ്താദിന്റെ ഉസ്താദായിട്ട് പോലും. കേരളത്തിലുള്ള പണ്ഡിതന്മാർക്ക് അഹ്മദ് റസാഖാൻ ബറേൽവിയെ കുറിച്ച് വേണ്ട രൂപത്തിൽ പരിചയമില്ല. കാരണമായി അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ തീവ്ര സുന്നിസത്തോട് കേരളത്തിലെ ഉലമാക്കൾക്ക് യോജിപ്പുണ്ടായിരുന്നില്ല എന്നാണ്. ശുദ്ധ നുണയാണ് അയാളാ പറഞ്ഞത്. സൂഫി എന്നാണ് പറഞ്ഞാൽ നുണ പറയാനുള്ള ലൈസൻസ് അല്ല. എന്ത് വർത്താനാണ്? അഹ്മദ് റസാഖാൻ ബറേൽവിയെ ബഹുമാനിക്കാത്ത കേരളത്തിലെ പണ്ഡിതന്മാർ ആരാളുള്ളത്? ആർക്കാ അഹ്മദ് റസാഖാൻ ബറേൽവിയെ കുറിച്ച് അറിയാത്തത്? ഷംസുൽ ഉലമ അഹ്മദ് റസാഖാൻ ബറേൽവിയെ കുറിച്ച് റഹിമഹുല്ല എന്നല്ലാതെ അദ്ദേഹത്തിന്റെ പേര് പരാമർശിക്കാറുണ്ടായിരുന്നില്ല. അവനവന്റെ സാങ്കല്പികമായി തലയിൽ ഉദിക്കുന്ന കാര്യങ്ങൾ സത്യസന്ധമായി അവതരിപ്പിക്കുന്ന പോലെ അവതരിപ്പിക്കുകയാണ്. ഇനി സമസ്തയ്ക്ക് അദ്ദേഹത്തിന്റെ തീവ്ര സുന്നിസ നിലപാടിനോട് യോജിപ്പില്ല. സമസ്തയുടേത് ഒരു എന്താണ് അയാൾ ഉപയോഗിച്ച ഭാഷ എന്താണ്? വിശാല കാഴ്ചപ്പാട്. അതിന് നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് അറിയങ്ങള്, ഇദ്ദേഹം 1933 മാർച്ച് 5 ഫറൂഖിൽ വെച്ച് സമസ്തയുടെ ഒരു സമ്മേളനം നടന്നിരുന്നു. ഈ ഹുദവികളുടെ നേതാവാണ്, ഹാദിയന്റെ പ്രസിഡന്റ് അല്ലേ അദ്ദേഹം. അദ്ദേഹം അടക്കമുള്ള ആളുകൾ ഏറ്റവും ചുരുങ്ങിയത് സമസ്തയുടെ ചരിത്രമെങ്കിലും ഒന്ന് പഠിക്കണം, എന്നിട്ട് വേണം ആളുകളോട് ബടായി പറയാൻ. 933 മാർച്ച് 5 ഫറൂഖിൽ നടന്ന സമ്മേളനത്തിൽ സമസ്തയുടെ 15 പ്രമേയങ്ങളിൽ സുപ്രധാനമായൊരു പ്രമേയം എന്തായിരുന്നു? തെർക്കുൽ മുവാലാത്താണ്. എന്താ തെർക്കുൽ മുവാലാത്ത്? 5 കാര്യങ്ങളാണ് അതിൽ രേഖപ്പെടുത്തിയത്. മുബത്തദികളുമായി ഒരു സുന്നി സ്വീകരിക്കേണ്ട സമീപനങ്ങളെ കുറിച്ച്, അവരോട് സലാം പറയുന്നത്, വിവാഹബന്ധം തുടങ്ങിയ 4-5 കാര്യങ്ങളിൽ അവരുമായി സ്വീകരിക്കേണ്ട നിലപാടുകളെ കുറിച്ച് സമസ്ത കൃത്യമായി 933 പ്രഖ്യാപിച്ചിട്ടുണ്ട്. സമ്മേളനത്തിലെ പ്രമേയങ്ങളിൽ 15 പ്രമേയങ്ങളിൽ പ്രസക്തമായൊരു പ്രമേയം തന്നെ അതായിരുന്നു തെർക്കുൽ മുവാലാത്ത്. മാത്രല്ല അതിനുശേഷം നടന്ന ഓരോ സമ്മേളനങ്ങളിലും 33 ഈ തെർക്കുൽ മുവാലാത്ത് എന്ന പ്രമേയം സമസ്തയുടെ സമ്മേളനങ്ങളിൽ ആവർത്തിച്ച് അത് പാസ്സാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് തെർക്കുൽ മുവാലാത്ത് എന്ന് അദ്ദേഹം പറയട്ടെ, എന്നിട്ട് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കട്ടെ. അപ്പൊ മനസ്സിലാകും സമസ്തക്ക് സുന്നത്യമായത്തിന്റെ വിഷയത്തിൽ തീവ്ര നിലപാടുണ്ടോ അല്ലേ എന്നുള്ളത്. ഇനി മാത്രല്ല, ഈ തെർക്കുൽ മുവാലാത്ത് എന്ന 933 ഈ പ്രമേയം ആരുടെ തലയിൽ നിന്നുണ്ടായതാണ്? ഇതേ അഹ്മദ് റസാഖാൻ ബറേൽവിയുടെ ശിഷ്യനായ അഹ്മദ് കോയ ഷാലിയാത്തി റഹിമഹുല്ല മഹാനവറുകളാണ് യഥാർത്ഥത്തിൽ ഈ തെർക്കുൽ മുവാലാത്ത് എന്നത് പ്രമേയത്തിൽ കൊണ്ടുവന്ന പ്രധാന സൂത്രധാരൻ. അപ്പൊ അഹ്മദ് റസാഖാന്റെ റഹിമഹുല്ല ശിഷ്യനായ അഹ്മദ് കോയ ഷാലിയാത്തി, അവരുടെ ശിഷ്യനായ ഷംസുൽ ഉലമ തുടങ്ങിയ മഹത്തുക്കൾ അന്നും അനുവർത്തിച്ചു വരുന്ന രീതിയാണ് വഹാബികളോട് അല്ലെങ്കിൽ മുബത്തദികളോട് സ്വീകരിക്കേണ്ട സമീപനം എന്താണ് എന്നത്. ഇത് എങ്ങനെയാണ് തീവ്ര നിലപാടിനോട് യോജിപ്പില്ല എന്ന് പിന്നെ എങ്ങനെ ഇയാൾ പറയാ? പിന്നെ ഇയാൾ അതിന് പറഞ്ഞ ചില കാരണങ്ങളുണ്ട്. 1999
SKSSFന്റെ 10ാം വാർഷിക സമ്മേളനം, ദശവാർഷിക സമ്മേളനത്തില് സാക്കിർ നായിക്കിനെ പങ്കെടുപ്പിച്ചില്ലേന്ന. എന്താണ് ആ അവതരണത്തിന്റെ ഒരു രൂപം നോക്കിയ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപം? സാക്കിർ നായിക്ക് വഹാബി ആശയക്കാരനാണ്, മുബത്തദിയാണ്. എന്നിട്ട് സമസ്തയുടെ SKSSFന്റെ സമ്മേളനത്തിന് സാക്കിർ നായിക്കിനെ പങ്കെടുപ്പിച്ചു. അവരൊക്കെ ഉൾക്കൊള്ളുന്നതാണ് സമസ്ത. എങ്ങനെയുണ്ട്? സാക്കിർ നായിക്കിനെ മാത്രമേ ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ മുമ്പിലിരിക്കുന്ന കുട്ടികൾക്ക് അറിയുള്ളൂ. ദശവാർഷിക സമ്മേളനത്തിൽ പങ്കെടുത്തവർ അവിടെ ഉണ്ടാകാൻ സാധ്യത കുറവാണ്. എന്നാൽ എന്താണ് വസ്തുത? ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് മുമ്പേ നമ്മൾ അറിഞ്ഞ വിഷയമാണെങ്കിലും ഒന്നുകൂടെ ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ട് ആ സമ്മേളനത്തിന്റെ സംഘാടകരിൽപ്പെട്ട പ്രധാനിയായ ഒരാളോട് ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് വീണ്ടും ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അന്ന് സോഷ്യൽ മീഡിയ ഇല്ലാത്തൊരു കാലഘട്ടമാണ്. സാക്കിർ നായിക്ക് എന്ന ഒരു പേര് മാത്രമേ എല്ലാവർക്കും അറിയൂ. അദ്ദേഹം വലിയ ദാഇയാണ്, വലിയ പ്രബോധകനാണ് എന്ന അറിവ് മാത്രമേ ഉള്ളൂ. അല്ലാതെ അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ ആശയം ഇന്നതാണ് എന്നൊന്നും ആർക്കും അറിയില്ല. അദ്ദേഹം സുന്നിയാണെന്ന് എല്ലാവരും വിചാരിച്ചു. കാരണം അദ്ദേഹം തൊപ്പിയിടാറുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ആ കാലങ്ങൾക്ക് അറിയായിരിക്കും, വഹാബികൾ തീരെ തൊപ്പിയിടാത്തൊരു കാലാണത്. അപ്പൊ അതുകൊണ്ട് തന്നെ സാക്കിർ നായിക്കിനെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചു. അദ്ദേഹം സമ്മേളനത്തിൽ പ്രസംഗിക്കുമ്പോൾ ക്യാമ്പിൽ അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ ഒരാളുടെ ചോദ്യത്തിന് മറുപടിയായിട്ട് സ്ത്രീ പള്ളി പ്രവേശനത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഇംഗ്ലീഷിലാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. അത് ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദ് അല്ലാഹിന്റെ നേർ പരിഭാഷയാണ് അദ്ദേഹം പറഞ്ഞതെന്നാ. അതായത് അവരെ നിങ്ങൾ പള്ളിയെ തൊട്ട് അവരെ തടയണ്ട. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു എന്നാലും അവർക്ക് അവരുടെ വീടാണ് ഉത്തമം എന്ന്. ഇതാണ് അദ്ദേഹം അന്ന് ഇംഗ്ലീഷിലാണ് അദ്ദേഹം പറഞ്ഞ ആ വേർഡ് പോലും ഈ വ്യക്തി എന്നോട് പറഞ്ഞു. അതിനുശേഷം അദ്ദേഹം സമ്മേളനത്തിൽ പ്രസംഗിക്കുകയും ചെയ്തു. അതൊക്കെ കഴിഞ്ഞ് പിന്നീടും ദിവസങ്ങളും മാസങ്ങളും കഴിഞ്ഞപ്പോൾ ഇത് വിവാദമായും മറ്റൊക്കെ വന്നപ്പോഴാണ് അദ്ദേഹത്തിന്റെ ആശയം എന്താണ് എന്ന് പോലും പലരും മനസ്സിലാക്കുന്നത്. എന്ന് പറഞ്ഞാൽ അത്രയേ അദ്ദേഹത്തെ കുറിച്ച് അറിവുണ്ടായിരുന്നുള്ളൂ. രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, ആ കാലഘട്ടം ഒരു സോഷ്യൽ മീഡിയ കാലഘട്ടം അല്ല. ഇന്ന് ഒരാളെ കുറിച്ച് എല്ലാം കൃത്യമായി അറിയുന്ന പോലെ അത്ര എളുപ്പത്തിൽ അറിയാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല, ഒരു കാലഘട്ടമല്ല. അദ്ദേഹം സുന്നിയാണ് എന്നുള്ള നിലക്കാണ് അദ്ദേഹത്തെ SKSSFന്റെ സമ്മേളനത്തിൽ പങ്കെടുപ്പിച്ചത്. അതിനെയാണ് ഇയാൾ സമർത്ഥമായി തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വഹാബി ആശയക്കാരനായ സാക്കിർ നായിക്കിനെ സമ്മേളനത്തിൽ പങ്കെടുപ്പിച്ച് പ്രധാന പ്രഭാഷകനാക്കി മാറ്റിയ ആ വിശാല കാഴ്ചപ്പാട് അതിനെക്കോൾ ഉൾക്കൊള്ളുന്നതാണ് സമസ്ത. എങ്ങനെയുണ്ട് നോക്കണേ? ഈ തെർക്കുൽ മുവാലാത്ത് കഴിഞ്ഞ് ഏതാനും വർഷങ്ങൾ കഴിഞ്ഞ് തെർക്കുൽ മുവാലാത്ത് പ്രഖ്യാപനങ്ങളും അത് ആവർത്തിച്ച് സമസ്ത പ്രമേയം പാസ്സാക്കലൊക്കെ ഉണ്ടായി. അത് അംഗീകരിച്ചു വരുന്ന ഒരു നേതൃത്വമാണ് ഈ സമ്മേളനം സംഘടിപ്പിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ചെറുശ്ശേരി ഉസ്താദൊക്കെയാണ് തോന്നുന്നത് ആ സമ്മേളനത്തിൻ്റെ തലപ്പത്തുണ്ടായിരുന്നത്. അവരാണ് ഇത് ചെയ്യുന്നത്. തെർക്കുൽ മുവാലാത്ത് ഒരു വശത്തും ഈ സാക്കിർ നായിക്ക് സലഫി ആണെങ്കിൽ സലഫി എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇവർ വൈരുദ്ധ്യം പ്രവർത്തിച്ചു എന്നാണ് ഇയാൾ വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. താല്പര്യങ്ങളാണ്. അതായത് അവർക്ക് ചില അജണ്ടകളുണ്ട്, ചില താല്പര്യങ്ങളുണ്ട്. അതിനനുസരിച്ച് പുതിയ കമ്മ്യൂണിറ്റിയെ വഴിതിരിച്ച്. ഞാൻ വേറൊരു സംഭവം പറഞ്ഞുതരാം. അബൂതാർ ഫൈസി 1979 വഹാബികളുടെ നേതൃത്വത്തിൽ 1979 എന്ന് പറഞ്ഞാൽ സമസ്തയുടെ സെക്രട്ടറി ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഷംസുൽ ഉലമയാണ്, പ്രസിഡന്റ് കണ്ണിയത്ത് ഉസ്താദാണ്. എല്ലാം ഒരുപാട് മഹാന്മാരായ പഴയ നിരന്നു നിൽക്കുന്ന കാലഘട്ടം. ആ സന്ദർഭത്തില് സമസ്തക്ക് ഒരു കത്ത് ലഭിക്കുകയാണ്. ഒരു ക്ഷണക്കത്താണ്. വഹാബികളുടെ ഭാഗത്ത് നിന്നാണ് കത്ത്. എന്താ കത്ത്? വഹാബികളുടെ നേതൃത്വത്തിൽ കേരളത്തിൽ ഒരു മുസ്ലിം ഐക്യവേദി രൂപപ്പെടുത്തുന്നുണ്ട്. അതായത് എല്ലാ സംഘടനകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു മുസ്ലിം ഐക്യ സംഘം രൂപീകരിക്കുക. വഹാബികളുടെ ഒരു പുതിയ ഇന്ന് ആ പണി നമ്മളെ കൂട്ടത്തിലുള്ള ചില ആളുകൾ ഏറ്റെടുത്തിരിക്കുകയാണ്. വിശാല കണ്ട എല്ലാവരും ഉൾക്കൊള്ളുന്നത് എന്ന് പറഞ്ഞിറക്കണ ഈ പരിപാടി. അപ്പൊ അന്നത് വഹാബികൾ എടുത്തിട്ട് സമസ്തന്റെ മുന്നിൽ അത് ചീറ്റിപ്പോയതാണ്. അങ്ങനെ ഇതിലേക്ക് ക്ഷണിച്ചുകൊണ്ട് സമസ്തക്ക് ഒരു കത്ത് കൊടുത്തുവിടുകയാണ് മുഷാവറയിലേക്ക്. അങ്ങനെ മുഷാവറ ആ വിഷയത്തിൽ ഇന്നും സമസ്തയുടെ മുഷാവറയുടെ മിനിറ്റ്സിൽ ചിലപ്പോൾ ഉണ്ടാവും. ഞാൻ ആ ഭാഗം ഒന്നിട്ട് വായിക്കാം, അപ്പൊ ശരിക്കും മനസ്സിലാവും. ഐക്യവേദിയിലേക്ക് പ്രതിനിധിയെ അയക്കണമെന്ന് ആവശ്യപ്പെട്ട് നെതുവത്തുകാർ അയച്ച കത്തിന് ഇപ്രകാരം മറുപടി കൊടുക്കാൻ തീരുമാനിച്ചു. ഇത് സമസ്തന്റെ മുഷാവറയുടെ തീരുമാനത്തിന്റെ ഇതിൽ എഴുതിയതാണ്.
മുസ്ലിം ഐക്യവേദിയാണല്ലോ ആ ആവശ്യം. അതിനാൽ സുന്നികൾ മുസ്ലിങ്ങളാണെന്ന് നിങ്ങൾ തീരുമാനിച്ചാലേ ആ വേദിയിലേക്ക് സുന്നികളെ ക്ഷണിക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് സുന്നികൾ മുസ്ലിങ്ങളാണെന്നും അവർ മുശ്രിക്കുകളല്ലെന്നും പ്രഖ്യാപിക്കുക, പരിഗണിക്കാം. 1979 ഈ ഐക്യ കൂട്ടായ്മ ഉണ്ടാക്കാൻ വന്ന വഹാബികളുടെ കത്തിന് മറുപടിയായിട്ട് സമസ്തന്റെ നേതൃത്വം കൊടുത്ത കത്താണിത്, മുഷാവറയിൽ നിന്ന്. അതായത് നമ്മൾ മുസ്ലിങ്ങളാണെന്ന് നിങ്ങൾ അംഗീകരിക്ക്, അതിനുശേഷമല്ലേ മുസ്ലിം ഐക്യവേദിയിലേക്ക് നമ്മളെ ക്ഷണിക്കേണ്ടതുള്ളൂ. അങ്ങനെ നിങ്ങൾ പ്രഖ്യാപിച്ചതിന്റെ ശേഷം കത്തയക്ക്, അപ്പൊ പരിഗണിക്കാം. ഇതന്നെയല്ലേ ഇന്നും പറയാനുള്ള മറുപടി. ഇന്നും മുബത്തദിഈങ്ങൾ കേരളത്തിലുള്ള സുന്നികളെ മുസ്ലിമീങ്ങളാണ് എന്ന് പരസ്യമായി പ്രഖ്യാപിക്കട്ടെ. ഇപ്പൊ പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളെ വഹാബി വേദികളിൽ പങ്കെടുപ്പിക്കാൻ പല വലിയ മത്സരങ്ങൾ നടക്കുകയാണ്. അപ്പൊ അദ്ദേഹം പങ്കെടുക്കുമ്പോൾ നമ്മളെ പോലത്തെ ആളുകൾക്ക് അതിൽ വിഷമുണ്ട്. കാരണം എന്താ വെച്ചാൽ പാണക്കാട് സാദാത്യങ്ങളെയും സുന്നികളെയും കാഫിറും മുശ്രിക്കുമാക്കിയ ഒരു വിഭാഗത്തോട് അത് അവർ തിരുത്തി പറയാത്തിടത്തോളം ഐക്യപ്പെടുക, അവരോട് സമരസപ്പെടുക എന്ന് പറഞ്ഞാൽ അത് ആദർശപരമായി നമുക്ക് വലിയ മുറിവുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനൊക്കെ ന്യായീകരിച്ച് നടക്കുന്ന കുറെ ആളുകളുണ്ട്. അവരൊക്കെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇതിനുള്ള മറുപടി 1979 സമസ്ത പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. സുന്നികള് മുസ്ലിങ്ങളാണെന്ന് അംഗീകരിക്കട്ടെ, അപ്പോഴല്ലേ അതിന്റെ അപ്പുറം ബാക്കിയുള്ള മുസ്ലിം എന്ന നിലക്കുള്ള പരസ്പര യോജിപ്പ് രഞ്ജിപ്പിനെ കുറിച്ചുള്ള സംസാരത്തിന് തന്നെ ചാൻസ് ഉള്ളൂ. അപ്പോ സമസ്തയുടെ നിലപാട് എക്കാലത്തും ഇതായിരുന്നു. ഇത് ഇപ്പൊ പുതിയൊരു നിലപാട് ഇങ്ങോട്ട് ഉണ്ടായി രൂപപ്പെട്ടതൊന്നുമല്ല. വിശാല കാഴ്ചപ്പാട് എന്നത് സമസ്തയുടെ തിയറിയുമല്ല, നയവുമല്ല. ഇതേ സമസ്തയിൽ നിന്നാണ് നേരത്തെ നമ്മൾ പറഞ്ഞ തെർക്കുൽ മുവാലാത്ത്, അതിനെ കുറിച്ചൊന്നും പഠിച്ചാൽ മതി. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും ഈ ഹുദവി ഉണ്ടാക്കി തീർത്ത, ഈ ഹുദവി പറഞ്ഞു കൂട്ടിയ കളവ് എത്ര ഗുരുതരമായതാണ് എന്ന്. അതേപോലെ തന്നെ ഇതേ സമസ്തയെ മുസ്ലിം ഐക്യ വേദിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നെതുവത്തുകാരയച്ച കത്തിന് 979 വലിയ മഹാന്മാരായ നേതാക്കളൊക്കെ ജീവിച്ചിരിക്കുന്ന കാലത്ത് കൊടുത്ത കത്ത്. ആ കത്താണ് ഇപ്പൊ ഞാൻ വായിച്ചത്. ഇതിന്ന് മനസ്സിലാക്കാം സമസ്തയുടെ യഥാർത്ഥത്തിലുള്ള നിലപാട് എന്താണ് എന്ന്. ഇനി അതിലപ്പുറം ഒരു സൂഫിന്റെയും ഒരു ഉപദേശം ഈ ഉമ്മത്തിന് ആവശ്യമല്ല. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഉണ്ടായ സംഭവങ്ങൾ, അതായത് അദ്ദേഹം ഉദ്ധരിക്കുന്ന ഒറ്റപ്പെട്ട ഓരോരോ സംഭവങ്ങൾ, അതിൻ്റെ പശ്ചാത്തലം വന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയാം, അപ്പോൾ ബഹാവുദ്ദീൻ നദ്വി ഉസ്താദ് ഓൺലൈനായിട്ട് കൊറോണ സമയത്ത് ഓൺലൈനായിട്ട് എന്തായി, ജമാഅത്ത് ഇസ്ലാമിൻ്റെ ഒരു പരിപാടിയിൽ പങ്കെടുത്തു. ആ പരിപാടിയിൽ പങ്കെടുത്തത് മാത്രമേ ഇപ്പോൾ നോട്ടീസിലും മറ്റൊക്കെ ഉള്ളൂ. സമസ്ത അതിനെന്ത് തീരുമാനം എടുത്തു എന്നുള്ളത് ഇപ്പോൾ ആർക്കും അറിയില്ല. അത് ഉദാഹരണമായിട്ട് ഞാൻ പറയാണ്. ശരിക്കും സമസ്തയിലേക്ക് അതിനെതിരെ കത്ത് പോവുകയും സമസ്ത മുഷാവറ അദ്ദേഹത്തെ താക്കീത് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ ഒന്നും വിധേയകളുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന് സമസ്ത മുഷാവറ അദ്ദേഹത്തെ താക്കീത് ചെയ്തിട്ടുണ്ട്. അത് അന്ന് ഒരു പത്രക്കുറിപ്പും വന്നു. അദ്ദേഹത്തിനെതിരാണ് ആ പത്രക്കുറിപ്പ് എന്ന് മനസ്സിലായിട്ടില്ല ആർക്കും, പലർക്കും മനസ്സിലായില്ല. അത് ഒന്നും കൂടി സമസ്ത നയം വ്യക്തമാക്കിയിട്ടാണ്. പക്ഷെ നയം വ്യക്തമാക്കിയിട്ടായിരുന്നു ആ പത്രക്കുറിപ്പ് പുറത്തു വിട്ടത് മുഷാവറയ്ക്ക് ശേഷം. യഥാർത്ഥത്തിൽ ഇതൊന്നും തിരിച്ചറിയാത്ത ഒരാൾ, ഇതുപോലത്തെ ഷറഫുദ്ദീൻ ഉദവി ഇനിയൊരു 20 വർഷത്തിന് ശേഷം പ്രസംഗിക്കുകയാണ്. നമ്മുടെ ഉസ്താദാകുന്ന ബഹാവുദ്ദീൻ നദ്വി ഉസ്താദ് ഓഫ്ലൈനായിട്ട് നമ്മുടെ ജമാഅത്ത് ഇസ്ലാമിയുടെ പരിപാടി ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ജമാഅത്ത് ഇസ്ലാമിയുടെയോ അല്ലെങ്കിൽ സോൾഡാറ്റിയുടെയോ അല്ലെങ്കിൽ KNMൻ്റെയോ പരിപാടിയൊക്കെ ഓൺലൈനായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നതിന് നമുക്ക് തടസ്സമൊന്നുമില്ല എന്ന് ഒരാൾ വാദിച്ചാൽ, ഇപ്പം തന്നെ വാദിക്കുന്ന ആളുകളാണ് ആ കൂട്ടത്തിലുള്ളത്. ഇനി പറയാം, ഇനി ഒരാൾ 20 വർഷത്തിന് ശേഷം അല്ല 5 വർഷത്തിന് ശേഷം വാദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്ന ആൾക്കാർ അന്തം വിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുക എന്നല്ലാതെ അതിനൊരു മറുപടിയും പറയാനുണ്ടാവില്ല. അപ്പം ഇതുപോലുള്ള കുറച്ച് കാര്യങ്ങളാണ്, തട്ടിപ്പുകളാണ് ഇയാൾ നടത്തിയിട്ടുള്ളത് ആ പ്രസംഗത്തിലുടനീളം. അതെ, അതായത് ഒരു സംസ്കാരം നിലവിൽ എങ്ങനെയെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കുക, എന്നിട്ട് കുറച്ച് കാലം കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സമ്പ്രദായം ഇവിടെ നടന്നിരുന്നു എന്ന് പിൽക്കാലത്തുള്ള ആളുകളോട് പറഞ്ഞു കൊടുക്കുക. ഈ പലരും ചോദിക്കാറുണ്ട്, എന്തിനാണ് സമസ്ത ഈ ചെറിയ വിഷയങ്ങളിലൊക്കെ എന്തിനാ താക്കീത് കൊടുക്കുന്നത്, എന്തിനാണ് ചോദ്യം ചെയ്യുന്നത്, എന്തിനാണ് അന്വേഷിക്കാൻ പോണതെന്നൊക്കെ.
അത് യഥാർത്ഥത്തിൽ ഇപ്പോ അബൂ താഹിർ ഫൈസി പറഞ്ഞ ആ വിഷയം തന്നെയാണ് അതിന്റെ ഗൗരവം. അതായത് ഇപ്പോ ബഹാവുദ്ദീൻ ഉസ്താദ് ഇങ്ങനെ ഒരു ഉദ്ഘാടനം ജമാഅത്തെ ഇസ്ലാമിന്റെ ഒരു പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തു എന്നത്, അതിനെതിരെ സമസ്ത അദ്ദേഹത്തിന് നോട്ടീസ് കൊടുത്തില്ല എങ്കിൽ അതൊരു ചര്യയായി മാറി അടുത്ത തലമുറക്ക്. നേരെ മറിച്ച് ഇത് സമസ്ത അതിൽ ഇടപെട്ടത് കൊണ്ട് അന്നത്തെ നമ്മളെ പോലത്തെ ആൾക്കാർ ആരെങ്കിലും ഒക്കെ അന്നും ഉണ്ടാവുമല്ലോ, ഇങ്ങനെ ഷജറാന്നോ മറ്റോ ഒക്കെ വിളിച്ചുകൊണ്ട് നടക്കുന്ന ആളുകൾ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. അവരന്ന് പറഞ്ഞു കൊടുത്തോളും, അല്ല അന്ന് സമസ്ത അതിനെതിരെ നടപടിയെടുത്തിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തോട് വിശദീകരണം ആവശ്യപ്പെട്ടിരുന്നു, അതിൽ അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ കറ തീർന്ന് എന്ന ഒരു പുതിയ നരേറ്റീവ് സൃഷ്ടിക്കാൻ വേണ്ടി ആസൂത്രിതമായി ശ്രമിക്കുന്നുണ്ടല്ലേ. അതിന്റെ അർത്ഥം സമസ്ത, കേരളത്തിലെ സമസ്തക്ക് സുന്നത്ത് ജമാഅത്തിൽ എല്ലാ വിദഅകളെയും ഉൾക്കൊള്ളുന്ന ഒരു ആഗോള മുസ്ലിം, പൊതു മുസ്ലിം എന്ന് പറഞ്ഞത് ഇവരൊക്കെ ആ തിയറിയാണ് സമസ്തയുടെ ലൈന് എന്ന് സമർത്ഥിക്കാനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അതിൽ ഇടപെടുന്നതും. ഇല്ലെങ്കിൽ നാളെ അടുത്ത തലമുറ അതായിരുന്നു സമസ്ത എന്ന് ആരെങ്കിലും ഇത് കേട്ട് പറഞ്ഞാൽ, അപ്പോ അതുകൊണ്ടാണ് നമ്മൾ ഇതിലൊക്കെ ഇടപെടുന്നത്. ഏതായാലും സമസ്ത ഇത്തരം വിഷയങ്ങളിലൊക്കെ ഇടപെടുന്നതിന്റെ കാരണവും അതാണ്. അതുപോലെ അബൂ താഹിർ ഫൈസി നമുക്ക് ഈ വിഷയത്തിൽ ഇദ്ദേഹം ഉണ്ടാക്കിയ ഒന്ന് രണ്ട് തെറ്റിദ്ധാരണകൾ വേറെയുണ്ട്. ഉദാഹരണം, ഇപ്പോ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ചില സമ്മേളനം, പട്ടിക്കാട് സമ്മേളനത്തിന് മുസ്ലിം ലീഗിന്റെ ചില ആളുകൾ പങ്കെടുത്തു. ലീഗ് അവരെ ഒഴിവാക്കിയപ്പോ സമസ്ത അവരെ അടുപ്പിച്ചില്ല. അപ്പോ ലീഗ് ഒരു വിഷയത്തിൽ ഒരു നിലപാടെടുത്താൽ സമസ്ത അതിന്റെ കൂടെ നടന്നു. ഇങ്ങനെ എന്തൊക്കെയോ പരസ്പരം കൂട്ടിക്കുഴച്ച് പറയുന്ന ചില ഭാഗങ്ങളുണ്ട്. ആ വിഷയത്തിൽ നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ നമുക്ക് ആ വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിനോടൊപ്പം തന്നെ പറയാനുള്ളത്, ഇപ്പൊ ഈ ബറേൽവികളെ കുറ്റം പറയുന്ന ഇദ്ദേഹത്തിന്റെ ആളുകളും ഉത്തരേന്ത്യയിൽ ചെയ്ത പണി എന്താ അറിയോ? അവിടെ നിലനിൽപ്പിന് വേണ്ടി ബറേൽവികളാണ്, ഞങ്ങളുടെ അക്കീദ ബറേൽവികളാണെന്ന് എഴുതി ഒപ്പിട്ട് കൊടുത്തതിന്റെ രേഖകൾ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വാട്സപ്പിലൂടെ ഒക്കെ വന്നിരുന്നു. അതായത് വാട്സപ്പിലൂടെ വന്നാല ഇന്നലെ എന്നോട് ഒരാൾ സംസാരിച്ചു. ഈ പ്രസംഗം കേട്ടിട്ട് ഇന്നലെ എന്നോട് ആ ഭാഗത്തിലുള്ള നമ്മളൊരു സുഹൃത്ത് സംസാരിച്ചു. പിന്നെ ഉസ്താദെ, ഇവരെങ്ങനെയാണ് അഹമ്മദ് റസാഖാൻ തങ്ങളുടെ നിലപാടിലല്ല എന്ന് പ്രസംഗിക്കുക? ഇവരിവിടെ ബറേൽവികളാന്ന് പറഞ്ഞിട്ടാണ് ഇവരിവിടെ നടക്കുന്നത്, പിന്നെ ഇവരെങ്ങനെ അല്ല എന്ന് പറയല് എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മള് പിന്നെ എന്തായാലും മറുപടി പറയാം. ഭൗതികമായ നിലനിൽപ്പിന് വേണ്ടി എന്തും പറയാം. അതാണ് ഇപ്പൊ സത്യത്തിൽ ഇതിന്റെയൊക്കെ ഒരു കാരണമായിട്ട് നമുക്ക് മനസ്സിലാവുന്നത്.